യാത്രക്കാരന്റെ നിസ്കാരത്തെക്കുറിച്ച് പറയാം. യാത്രയുടെ പേരിലാണെങ്കിലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. അവർക്ക് ചില ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഉദ്ദിഷ്ട സ്ഥലത്തേക്കുള്ള ദൂരം 132 കിലോമീറ്ററെങ്കിലും വേണം. ളുഹ്ർ, അസർ എന്നീ നിസ്കാരങ്ങളെയും മഗ്രിബ്, ഇശാ എന്നിവയെയും രണ്ടിലൊന്നിന്റെ സമയത്ത് ഒരുമിച്ച് നിർവഹിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2 റക്അത്തായി ചുരുക്കി നിർവഹിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവന് ഈ ആനുകൂല്യം ലഭിക്കില്ല. താമസിക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തി വിടണം എന്ന നിബന്ധനയുമുണ്ട്. കരിപ്പൂരിലേക്ക് പോകുന്ന ഒരാൾ ളുഹ്റിന്റെ സമയമായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കുമ്പോൾ അസറിനെ ജമ്മാക്കാൻ കഴിയില്ല. നാടിന്റെ പരിധി കഴിഞ്ഞ് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്റും അസറും ജമ്മും കസറുമാക്കാം. 2 റക്അത്ത് ളുഹ്റും 2 റക്അത്ത് അസറും. 4 റക്അത്ത് കൊണ്ട് കാര്യം കഴിഞ്ഞു. രണ്ടിനെയും ളുഹ്റിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുക എന്നും അസറിന്റെ സമയത്താണെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുക എന്നും പറയും. മഗ്രിബിന്റെയും ഇശാഇന്റെയും കാര്യവും ഇങ്ങനെ തന്നെ. പിന്തിച്ച് ജമ്മാക്കുന്നവർ ആദ്യ നിസ്കാര സമയം കഴിയും മുമ്പേ പിന്തിച്ച് ജമ്മാക്കുന്ന കാര്യം മനസ്സിൽ കരുതണം. 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതിയാൽ അവന്റെ യാത്ര അവസാനിച്ചതായി കണക്കാക്കും. ഉദാഹരണത്തിന്, ബോംബെയിലെത്തിയ ഒരാൾ കാര്യം നേടാൻ 4 ദിവസം താമസിക്കണമെന്ന് ആദ്യമേ അറിഞ്ഞാൽ അവന് ജമ്മും കസറും പറ്റില്ല. അതേസമയം എപ്പോൾ കാര്യം നടക്കുമെന്നറിയില്ല, ഏത് നിമിഷവും ശരിയാവാം. ഇങ്ങനെയൊരു പ്രതീക്ഷയിലാണെങ്കിൽ 18 ദിവസം വരെ കസറാക്കാവുന്നതാണ്, ശേഷം പറ്റില്ല. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ നിസ്കരിക്കുന്ന ജോഡികളിലെ ആദ്യത്തെ നിസ്കാരം ഏതാണോ അത് തന്നെ ആദ്യം നിർവഹിക്കണം. ളുഹ്റും അസറുമാണ് ജമ്മാക്കുന്നതെങ്കിൽ ആദ്യം ളുഹ്ർ നിസ്കരിക്കണം. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹ്റിനെ പിന്തിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ആദ്യ നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് തീരും മുമ്പായി രണ്ടാമത്തെ നിസ്കാരത്തെ ജംആക്കുന്നു എന്ന് കരുതിക്കൊള്ളണം. ആദ്യ നിയ്യത്തിൽ തന്നെ ഈ ഉദ്ദേശമുണ്ടായിരിക്കുന്നത് ഉത്തമമാണ്. രണ്ടാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി യാത്ര തീർന്നാൽ ജംഅ് അനുവദനീയമല്ല. 2 നിസ്കാരങ്ങൾക്കിടയിൽ കൂടുതൽ സമയം ദൈർഘ്യമുണ്ടാവരുത്. സുബ്ഹിയെ ജമ്മും കസറും ആക്കാൻ